പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ പൂരം. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. കേരള കർഷകർക്ക് പ്രതിസന്ധിയേകി കനത്ത ചൂട്. മെച്ചപ്പെട്ട വില ലഭിക്കുന്ന സമയത്താണ് കാലാവസ്ഥ വിലങ്ങുതടിയായത്. കനത്ത വേനൽ ചൂടിൽ തെങ്ങുകളിലെ ഉൽപാദനം കുറഞ്ഞതോടെ കേര കർഷകർക്ക് നിരാശ മാത്രം. വേനൽ ചൂടിൽ മനുഷ്യരുൾപ്പെടുന്ന ജീവജാലങ്ങൾ വെന്തുരുകുന്നതിനിടയിൽ തെങ്ങ് കൃഷിയിൽ ഏർപ്പെടുന്ന കേര കർഷകർ നാളികേരത്തിന്റെ ഗണ്യമായ ഉൽപാദനക്കുറവിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തേങ്ങയുടെ വില വിപണിയിൽ 70 രൂപ മുതൽ 75 രൂപ വരെ എത്തി നിൽക്കുന്ന സമയത്ത് അതികഠിനമായ ചൂട് തെങ്ങുകളെ ബാധിക്കുന്നതിനാൽ കർഷകന് ഉൽപാദനം ലഭിക്കുന്നില്ല എന്ന സ്ഥിതിയാണ്. തെങ്ങിന്റെ പൂക്കുല കരിച്ചിലും കൂടാതെ തേങ്ങയുടെ വളർച്ച മുരടിപ്പും കർഷകന് തിരിച്ചടിയായി. കേര കർഷകന് മെച്ചമായ വരുമാന സാധ്യതയുള്ള വേളയിലാണ് തങ്ങളുടെ കാർഷിക മേഖല കർഷകന് ദുരിതം സമ്മാനിച്ചിരിക്കുന്നത്. തിരുവില്ലാമലയിലെ കേര കർഷകനായ N. രാംകുമാർ നാളികേര കർഷകരുടെ വിഷമതകൾ പങ്കുവയ്ക്കുന്നു. നാളികേരങ്ങളെല്ലാം ഉണ്ടാവാത്തൊരവസ്ഥ കാരണം ഇതിന് വില കൂടിയത് കൊണ്ട് കർഷകന് യഥാർത്ഥ ഗുണം കിട്ടുന്നില്ല. വേനൽ വലിയ വേനൽ കാരണം ഇതിനുണ്ടാകുന്ന ഇപ്പം നനയുള്ള തെങ്ങുകളാണ്. ഈ തെങ്ങുകളാണെങ്കിലും പലപ്പോഴും നാളികേരം പിടിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കുറേ കാലങ്ങളായിട്ടുണ്ടാകുന്ന അതുപോലെ തന്നെ കാലവർഷമാണെങ്കിൽ തന്നെ ആ കാലവർഷം വന്നു പോയി ആവശ്യത്തിനുള്ള മഴ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പെരുമഴ പെയ്ത് പോകുക എന്നുള്ളതല്ലാതെ നമ്മുടെ പഴയ രീതിയിലുള്ള വർഷങ്ങളൊന്നുമില്ല. എത്ര സെൻറ്റിമീറ്റർ കേരളത്തിൽ മഴ കിട്ടുന്നുണ്ടോ ആ സെൻറ്റിമീറ്റർ മഴ ഒരു പക്ഷേ ലഭിക്കുന്നുണ്ടായിരിക്കാം. ആവശ്യ സമയങ്ങളിലുള്ള മഴകളും മറ്റു കാര്യങ്ങളും ലഭിക്കാത്തതുകൊണ്ട് കാർഷിക മേഖല മൊത്തത്തിൽ അപകടത്തിലാണ്. അത് പ്രത്യേകിച്ച് തെങ്ങ് കർഷകരെ സംബന്ധിച്ചുള്ള വളരെ ബുദ്ധിമുട്ടാണ്. തമിഴ്നാട്ടിൽ നിന്നെല്ലാം നാളികേരങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിലും ഇത്രയും ഗുണനിലവാരങ്ങളില്ലാത്ത നാളികേരങ്ങളാണ് വരുന്നത്. അത് ഇളനീരിനൊക്കെ പറ്റുന്ന സംഗതികളാണ് മിക്കവാറും വരുന്നത്. പക്ഷേ ഇപ്പോൾ നാളികേരത്തിൻ്റെ വിലയുള്ളത് കാരണം അവർ തമിഴ്നാട്ടിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങളും കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ അത് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ ഈ ടേസ്റ്റും മറ്റുള്ള കാര്യങ്ങളും സ്വാഭാവികമായിട്ട് ലഭിക്കുന്നില്ല. അതൊരു വാസ്തവമാണ്. കാരണം ഇവിടുത്തെ പ്രകൃതിയുടെ സൗകര്യം മണ്ണിൻ്റെ ഘടനയും കേര കർഷകത്തിന് നല്ലതാണ്. അത് പക്ഷേ അതനുസരിച്ച് എന്താ വെച്ചാൽ വിളവ് ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുള്ള വിളവിൻ്റെ മോശം കേര കർഷകരെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിൽ നാളികേരത്തിന്റെ ദൗർലഭ്യം തിരിച്ചറിഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ തേങ്ങകൾ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരത്തിന്റെ ഗുണമേന്മയൊന്നും ഇറക്കുമതി ചെയ്യുന്ന തേങ്ങകൾക്ക് ഇല്ലാത്തതിനാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരമാണ് ഗുണപ്രദമെന്നാണ് വ്യാപാരികളും കർഷകരും പറയുന്നത്. ഇതുതന്നെയാണ് ഉപഭോക്താക്കൾക്കും പൊതുവെയുള്ള അഭിപ്രായം. തിരുവില്ലാമലയിലെ CP നാളികേര വ്യാപാര സ്ഥാപനത്തിലെ ജോയ് പോൾ നിലവിലെ കേര കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കുവാനായി സർക്കാർ ഇടപെടലുകളുടെ ആവശ്യകതയും വിവരിക്കുന്നു. തമിഴ്നാട് സാധനം വില കുറവുണ്ടെങ്കിൽ തന്നെ അത് രാത്രി നമുക്ക് ഉപയോഗത്തിന് അത് ഉപകാരപ്പെടില്ല. കാരണം വെച്ചാൽ അത് ടേസ്റ്റ് വ്യത്യാസവും പിന്നെ നമ്മുടെ നാളികേരത്തിന്റെ ക്വാളിറ്റിയും ഇല്ല. നമ്മുടെ കേരളത്തിലെ നാളികേരം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും നല്ല പവറായിട്ടുള്ളൊരു ഉപയോഗിക്കാൻ കഴിച്ചു എന്ന് തോന്നുന്ന സാധനമാണ്. കോയമ്പത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ തോന്നുന്ന സാധനങ്ങൾ നമുക്ക് കഴിച്ചു എന്നുള്ളൊരു സംതൃപ്തി കിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ നാളികേരത്തിന് നല്ല മൂല്യതയും നമ്മളെ നല്ല നാളികേരത്തിനുള്ള ക്വാളിറ്റി ഒക്കെയുള്ള സാധനമാണ് നമ്മുടെ നാളികേരം. അത് ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മളവിടേക്ക് നാളികേരം മേടിക്കാൻ വരുന്ന ആൾക്കാർക്ക് വില എടുക്കുമ്പോൾ ഞെട്ടാണ്. അപ്പം നമ്മൾ പരമാവധി വില കുറച്ച് ലാഭം കുറച്ച് കർഷകർക്ക് കൊടുക്കണം. നമുക്ക് ലാഭം കുറഞ്ഞാലും ജനങ്ങൾ നന്നാവട്ടെ, അല്ല ജനങ്ങൾക്കൊരു ഉപകാരപ്പെടട്ടെ എന്നുള്ള ലെവലിൽ നമ്മൾ ആ കച്ചവടം ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇപ്പോഴത്തെ നമ്മൾ 55 രൂപ മേടിക്കും, വില പറയണം. 55 രൂപയ്ക്ക് മേടിച്ചിട്ട് നമ്മൾ 60 രൂപയ്ക്ക് കൊടുക്കണം, 60 രൂപയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പല കടകളിലും ഇതൊന്നല്ല വില, 75-80 ഈ സാധനം ഈ നാളികേരം തന്നെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ സാധാരണക്കാരെ കൂടെ ആ സമീപനത്തിൽ നീങ്ങാണ്. തമിഴ്ക്കാർ വരുന്നുണ്ട്, പിന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വില ചോദിച്ചറിഞ്ഞ് നമ്മൾ അന്വേഷിച്ച് വരുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അവർക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വിലക്ക് ഒരുവിധം കൊടുക്കാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുവിധം ആൾക്കാരും ആ വില കുറയുന്നതുകൊണ്ടാണ് നമ്മുടെ കടകളിൽ അന്വേഷിച്ച് വരുന്നത്. CC വിനോസ്, തിരുവില്ലാമല.